ഈ 7ഓളം സിനിമകൾ ശരിക്കും ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ഫ്ലോപ്പായിട്ട് പോയൊരു കാലഘട്ടമാണല്ലോ അത്. അപ്പോൾ ആ കാലത്ത് എങ്ങനെയാണ് ഒരു മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്? നമ്മളിപ്പോൾ ഒരെണ്ണം കഴിയും, അടുത്തതിന് വേണ്ടി ശ്രമിക്കുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയിനായിട്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആക്കാൻ തുടങ്ങി തന്നെ. നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഏജ് കൂടി വരുന്നു, അപ്പം അങ്ങനത്തെ പ്രഷറുകളുണ്ട്, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നത്തിലാണ്. അപ്പം ആ സാഹചര്യങ്ങളെ അതിജീവിക്കുക എന്നുള്ളത് അന്നേരം ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. അപ്പം അങ്ങനെ അതിങ്ങനെ വന്നു ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് എനിക്ക് തീരെ ഇനി ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എനിക്ക് ഉണ്ടായിരുന്ന കുഴപ്പമില്ലാത്തൊരു ജോലി കളഞ്ഞിട്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നൊരു ഒരു കുഴപ്പമില്ലാത്ത എൻ്റെ സുഹൃത്തുക്കൾക്കുള്ളതുപോലത്തെ ഒരു നല്ല ലൈഫ് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തുടക്കത്തിൽ ഞാൻ കരുതി എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ ഈ ഉദ്ദേശിച്ച സന്തോഷം പതുക്കെ കുറഞ്ഞു തുടങ്ങി, അത് കിട്ടാണ്ടായി തുടങ്ങി. ഇതിങ്ങനെ ഒരു ഭയങ്കര സ്ട്രെസ്സുള്ള ഒരു ജോലിയായിട്ട് മാറാൻ തുടങ്ങി. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങി. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ആ ഒരു സമയത്തൊക്കെ ഞാൻ ആൾക്കാരോടൊക്കെ പെട്ടെന്ന് ചൂടാവുന്ന, ഇപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഞാനിങ്ങനെ വന്ന കാലത്തൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് സീനിയർ ബോറൻ അസോസിയേറ്റ് ഡയറക്ടേഴ്സിൻ്റെ കാറ്റഗറിയിലേക്ക് ഞാനും വിടുവാണ്. ഇപ്പം സ്ട്രെസ്സും പ്രഷറും ഒക്കെ കൊണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് ചൂടാവുന്നു, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. അതൊക്കെ എനിക്ക് എന്നോടുള്ള ചെറിയ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് പതുക്കെ തോന്നി തുടങ്ങി. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഞാൻ എന്തെങ്കിലും തരത്തിൽ ഈ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കാനും ഒക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്ന ആ സമയത്താണ്. അപ്പം അങ്ങനെയാണ് പിന്നെ പഠിക്കാൻ പോകാമെന്നുള്ളത് ആലോചന. പക്ഷേ എന്തുകൊണ്ട് കാലടി പോലൊരു സ്ഥലത്തേക്ക് പോകാൻ ആലോചിച്ചു? ഫ്രഷ് ആയിട്ടുള്ളൊരു സർക്കിളിൽ ഇൻവോൾവ് ചെയ്യുക, അവരുമായിട്ടിങ്ങനെ അങ്ങനത്തെ ഒരു ആഗ്രഹം അന്ന് ആ സമയത്ത് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു 3 Char Sobis എന്ന് പറയുന്ന ഒരു സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ആണ് ഞാനിങ്ങനെ. അപ്പം ഞാനവിടുത്തെ എന്തെങ്കിലും എറണാകുളത്ത് തന്നെ നിൽക്കുകയും ചെയ്യാം. അപ്പം ഞാൻ മഹാരാജസിലും എല്ലാം പോയിട്ട് എന്തെങ്കിലും ഒരു കോഴ്സിന് PGക്ക് ചെയ്യാം എന്നൊരാലോചനയായിരുന്നു. അപ്പം ഞാനിങ്ങനെ അതിങ്ങനെ അന്നത്തെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ADസായിട്ട് പടത്തിലുണ്ടായിരുന്ന സുധീർ ബാബു എന്നൊക്കെ പറയുന്ന സുഹൃത്തുണ്ട്. അപ്പം പുള്ളിയൊക്കെയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സുധീർ ബാബുവാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്, ഇങ്ങനെ കാലടിയിൽ ഇങ്ങനെ തിയേറ്റർ കോഴ്സുണ്ട് കാലടി യൂണിവേഴ്സിറ്റിയിൽ, നല്ല കോഴ്സാണ് എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്തായാലും പഠിക്കാമെന്ന് പറഞ്ഞ് പോകണം. അപ്പം കുറച്ച് എനിക്കിഷ്ടപ്പെട്ട മേഖലയുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ ഇതുമായിട്ട് കുറച്ച് അടുത്ത ഒരു സാധനത്തിന് ട്രൈ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് കാലടിയിലേക്ക് പോവാം എന്ന് തീരുമാനിക്കുന്നത്.